ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ മഹത്വം അളക്കുന്നത് അയാൾ എത്ര ഗോൾ നേടി എന്നതിലല്ല, എത്ര ട്രോഫീസ് നേടി എന്നതിലാണ്. 400 ഗോളുകളിൽ അധികം നേടിയെങ്കിലും ഒരു ട്രോഫി പോലും നേടാൻ ഹാരി കെയ്ന് സാധിച്ചിട്ടില്ല. വണ്ണം കൂടി എന്ന് പറഞ്ഞ് ആഴ്സണൽ വിട്ടുകളഞ്ഞ ഒരു ഗോൾ മെഷീന്റെ കഥയാണിത്. ഇന്നയാൾ ബുണ്ടസ് ലീഗയിൽ ഗോളുകൾ അടിച്ചുകൂട്ടുകയാണ്. പ്രീമിയർ ലീഗിൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ആൾ, ടോട്ടൻഹാം ഹോട്ട്സ്പേഴ്സിന്റെയും ഇംഗ്ലണ്ടിന്റെയും ടോപ്പ് സ്കോറർ. 2001 അയാൾ ആഴ്സണലിന് വേണ്ടി സെലക്ഷന് പോയെങ്കിലും ഒരു സീസണിന് ശേഷം കെയ്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. തടി അല്പം കൂടിപ്പോയി എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ കാരണം. അതിനുശേഷം അയാൾ അയാളുടെ പഴയ ക്ലബായ റിഡ്ജ്വേ റോവേഴ്സിലേക്ക് പോയി. 2004 ടോട്ടൻഹാമിന് വേണ്ടി ഹാരി കെയ്ൻ സെലക്ട് ചെയ്യപ്പെട്ടു. തന്റെ ആരംഭകാലത്ത് അയാൾ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ആയിരുന്നു. പിന്നീട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും അയാൾ കളിച്ചിരുന്നു. ഇതായിരുന്നു ഹാരി കെയ്ന്റെ യൂത്ത് കരിയർ. 2010 ജൂലൈയിൽ ടോട്ടൻഹാം ക്ലബ്ബുമായി തന്റെ ആദ്യത്തെ പ്രൊഫഷണൽ കരാർ ഒപ്പിട്ടു. 2011 ജനുവരി 7 കെയ്ൻ ആ സീസണിന്റെ അവസാനം വരെ ലോണിൽ ലേറ്റൺ ഓറിയന്റിലേക്ക് മാറി. ജനുവരി 15 ഓറിയന്റിനായി കെയ്ൻ തന്റെ അരങ്ങേറ്റം കുറിച്ചു. പകരക്കാരനായാണ് അയാൾ കളത്തിലേക്ക് ഇറങ്ങിയത്. ഒരാഴ്ചയ്ക്ക് ശേഷം ഷെഫീൽഡിനെതിരെ കെയ്ൻ തന്റെ ആദ്യ ഗോൾ നേടി. 18 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ നേടിയാണ് കെയ്ൻ അന്ന് സീസൺ അവസാനിപ്പിച്ചത്. പിന്നീട് 2011 ഓഗസ്റ്റ് 25 കെയ്ൻ ടോട്ടൻഹാമിനായി കളത്തിലിറങ്ങി. അവരുടെ യുവേഫ യൂറോപ്പ ലീഗ് യോഗ്യതാ റൗണ്ടിന്റെ രണ്ടാം പാദത്തിൽ ഹാർട്സിനെതിരായ മത്സരത്തിൽ ടോട്ടൻഹാമിനായുള്ള അരങ്ങേറ്റം കുറിച്ചു. ആദ്യ പാദം 5-0 ജയിച്ചതിന് ശേഷം ടോട്ടൻഹാം ടീമിൽ മാറ്റങ്ങൾ വരുത്തിയതിനാലാണ് കെയ്ൻ നിന്ന് കളിക്കാൻ സാധിച്ചത്. ഗോൾ കീപ്പർ ജാമി മക്ഡൊണാൾഡ്സിന്റെ ഫൗളിനെ തുടർന്ന് കെയ്ൻ പെനാൽറ്റി നേടിയെങ്കിലും താരം സ്വയം എടുത്ത പെനാൽറ്റി ഗോളായി മാറിയില്ല. 2011 ഡിസംബർ 15 ഷാംറോക്ക് റോവേഴ്സിനെതിരെ 4-0 വിജയിച്ചപ്പോൾ അദ്ദേഹം തന്റെ ആദ്യ ടോട്ടൻഹാം ഗോൾ നേടി. 2011 ഡിസംബർ 29 കെയ്നും ടോട്ടൻഹാമിലെ സഹതാരം റയാൻ മേസണും 2012 ജനുവരി 1 മുതൽ സീസണിന്റെ അവസാനം വരെ ചാമ്പ്യൻഷിപ്പ് ക്ലബായ മിൽവാളിൽ ചേരാൻ സമ്മതിച്ചു. സീസണിലെ അവസാന 14 മത്സരങ്ങളിൽ 7 ഗോളുകൾ കെയ്ൻ നേടിയിരുന്നു. ആ സീസണിൽ കെയ്ൻ 27 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകൾ നേടി. അതിന്റെ ഫലമായി 2011-12 മിൽവാളിന്റെ യങ് പ്ലെയർ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സീസണിന്റെ അവസാനത്തിൽ നേടിയ ഗോളുകൾ കാരണം ആ സീസണിലെ റെലിഗേഷൻ ഭീഷണിയിൽ നിന്ന് മിൽവാളിനെ പട്ടികയിൽ ഉയർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. 2012 ന്യൂകാസ്റ്റലിനെതിരായി നടന്ന മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങി അദ്ദേഹം പ്രീമിയർ ലീഗിൽ തുടക്കം കുറിച്ചു. ആ മത്സരത്തിൽ ടോട്ടൻഹാം തോൽക്കുകയായിരുന്നു. 2012 ഓഗസ്റ്റ് 31 കെയ്ൻ പ്രീമിയർ ലീഗ് ടീമായ നോർവിച്ച് സിറ്റിയിൽ ഒരു സീസൺ ലോണിൽ ചേർന്നു. വെസ്റ്റ് ഹാമിനെതിരെ പകരക്കാരനായി അരങ്ങേറ്റം കുറിച്ചു. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ അയാൾക്ക് പരിക്ക് പറ്റുകയും തിരിച്ച് ടോട്ടൻഹാമിലേക്ക് മടങ്ങുകയും ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഡിസംബറിൽ ഫിറ്റ്നസ് തിരിച്ചുപിടിച്ച കെയ്ൻ നോർവിച്ച് സിറ്റിയിലേക്ക് തന്നെ മടങ്ങി. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അറ്റാക്കിംഗ് ഓപ്ഷൻസ് കൂട്ടാൻ സാധിക്കാതെ ടോട്ടൻഹാം കെയ്നെ തിരിച്ചു വിളിച്ചു. 12 ദിവസത്തിന് ശേഷം അയാൾക്ക് ലെസ്റ്റർ സിറ്റിയിലേക്ക് ലോൺ ഡീലിൽ പോകേണ്ടി വന്നു. ചാമ്പ്യൻഷിപ്പിൽ നിന്നുള്ള ഓട്ടോമാറ്റിക് പ്രൊമോഷന് വേണ്ടി ക്ലബിനെ സഹായിക്കാനാണ് കെയ്നെ ലെസ്റ്റർ സിറ്റി ലോൺ ഡീലിൽ കൊണ്ടുവന്നത്. ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ക്ലബിനായി 13 മത്സരങ്ങൾ താരം കളിച്ചു. അവർ പ്ലേ ഓഫിന്റെ സെമി ഫൈനൽ വരെ വന്നിട്ടാണ് അന്ന് സീസൺ ഫിനിഷ് ചെയ്തത്. 2014 ഏപ്രിൽ 7 സണ്ടർലാൻഡിനെതിരായ 5-1 വിജയത്തിൽ മാനേജർ ടിം ഷെർവുഡ് ടോട്ടൻഹാമിനായി കെയ്നെ പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്തി. 59-ാം മിനിറ്റിൽ കെയ്ൻ തന്റെ ആദ്യ പ്രീമിയർ ലീഗ് ഗോളും നേടി. മൗറീഷ്യോ പൊച്ചറ്റീനോ ഹെഡ് കോച്ച് ആയതിനു ശേഷം ടോട്ടൻഹാമിലെ കെയ്നിന്റെ പങ്കാളിത്തം വർദ്ധിച്ചു. ക്ലബിലെ തന്റെ ആദ്യ മുഴുവൻ സീസണിൽ തന്നെ PFA യങ് പ്ലെയർ ഓഫ് ദ ഇയർ ആയി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2015-16, 2016-17 സീസണുകളിൽ കെയ്ൻ ലീഗിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറർ ആയിരുന്നു. പിന്നീടുള്ള ക്യാമ്പയിനിൽ ടോട്ടൻഹാമിനെ പ്രീമിയർ ലീഗ് റണ്ണേഴ്സ് അപ്പായി ഫിനിഷ് ചെയ്യാൻ സഹായിക്കുകയും കെയ്ൻ PFA ഫാൻസ് പ്ലെയർ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഹാരി കെയ്ൻ 2017-18 സീസണിൽ തന്റെ ഏറ്റവും മികച്ച ക്യാമ്പയിൻ രജിസ്റ്റർ ചെയ്തു. എല്ലാ കോമ്പറ്റീഷനുകളിൽ നിന്നുമായി 48 മത്സരങ്ങളിൽ നിന്ന് 41 ഗോളുകൾ അദ്ദേഹം നേടി. അടുത്ത സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ടോട്ടൻഹാം റണ്ണറപ്പായി ഫിനിഷ് ചെയ്തു. കെയ്ൻ 2020-21 സീസൺ അവസാനിപ്പിച്ചത് ലീഗിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോററും മികച്ച അസിസ്റ്റ് പ്രൊവൈഡറുമായാണ്. 2023 ബുണ്ടസ് ലീഗ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ സൈനിങ് ആയി കെയ്ൻ മാറി. 110 മില്യൺ യൂറോ ചെലവഴിച്ച് ബയേൺ മ്യൂണിക്കാണ് കെയ്നെ സൈൻ ചെയ്തത്.
തന്റെ ആദ്യ സീസണിൽ ബുണ്ടസ് ലീഗയിൽ 36 ഗോളുകൾ നേടി തന്റെ ആദ്യത്തെ യൂറോപ്യൻ ഗോൾഡൻ ഷൂ അദ്ദേഹം സ്വന്തമാക്കി. സാബി അലോൺസോയുടെ ബെയർ ലെവർകൂസന്റെ അപരാജിത കുതിപ്പിൽ കെയ്നിന് തന്റെ കിരീടങ്ങളുടെ പ്രതീക്ഷകൾ അവിടെയും അസ്തമിച്ചു. ഇംഗ്ലണ്ടിനായി 103 മത്സരങ്ങളിൽ നിന്ന് 69 ഗോളുകൾ കെയ്ൻ നേടിയിട്ടുണ്ട്. യൂത്ത് ഇന്റർനാഷണൽ ലെവലിൽ 30-ലധികം തവണ കളിക്കുകയും 2015 മാർച്ചിൽ 21-ാം വയസ്സിൽ കെയ്ൻ തന്റെ സീനിയർ ടീമിനൊപ്പം ഗോൾ സ്കോറിംഗ് ആരംഭിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിന്റെ വിജയകരമായ യുവേഫ യൂറോ 2016 യോഗ്യതാ ക്യാമ്പയിനിടെ കെയ്ൻ സ്കോർ ചെയ്യുകയും ടൂർണമെന്റിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തു. 2018 ഫിഫ ലോകകപ്പിന് തൊട്ടു മുൻപ് ഇംഗ്ലണ്ട് ക്യാപ്റ്റനായി കെയ്ൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ മത്സരത്തിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോററായി അദ്ദേഹം ഫിനിഷ് ചെയ്ത് ഗോൾഡൻ ബൂട്ടും നേടി ഇംഗ്ലണ്ടിനെ 4-ാം സ്ഥാനത്തേക്ക് നയിച്ചു. 1990 ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഫിനിഷാണ് അദ്ദേഹം ഇംഗ്ലണ്ടിന് വേണ്ടി നൽകിയത്. 1966 ശേഷം യുവേഫ യൂറോ 2020 ടൂർണമെന്റിലാണ് ഇംഗ്ലണ്ട് പിന്നീട് ഫൈനലിലേക്ക് എത്തുന്നത്. യൂറോ 2024 ഇംഗ്ലണ്ടിനെ വീണ്ടും ഫൈനലിലേക്ക് നയിച്ച കെയ്ൻ ആ ടൂർണമെന്റിലെ ജോയിന്റ് ടോപ്പ് സ്കോററായി ഫിനിഷ് ചെയ്തു. 2024-25 സീസണിൽ ഹാരി കെയ്ൻ 12 മത്സരങ്ങളിൽ നിന്നായി 14 ഗോളും 5 അസിസ്റ്റും നേടി തന്റെ ഗോൾ വേട്ട തുടരുകയാണ്. ഈ വർഷം അയാളുടെ പേരിൽ ട്രോഫി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. കാരണം നിലവിൽ വിൻസെന്റ് കോമ്പനിയുടെ ബയൺ ബുണ്ടസ് ലീഗയിൽ 1-ാമതും ചാമ്പ്യൻസ് ലീഗിൽ 10-ാം സ്ഥാനത്തുമാണുള്ളത്.